അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മായ തുന്നൽക്കാരിയായി വീട്ടിൽ കഴിയുന്നു. അതെ, അവൾക്ക് ശരിക്കും പുളിക്കൽ തറവാട്ടിലേക്ക് വരാൻ തന്നെയായിരുന്നു ആഗ്രഹം. എന്ത് ചെയ്യാൻ, അവിടുത്തെ ആ ഉമ്മ, എൻ്റെ അമ്മോ, വല്ലാത്ത സാധനം തന്നെയാണ്. മനസ്സിൽ ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു, ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം സാരല്ല. എന്തൊക്കെ തന്നെയായാലും ഒരിക്കലും ആ വലിയ തറവാട്ടിലേക്ക് വെറും ഹിന്ദുവായ ഞാൻ എങ്ങനെ കടന്നു ചെല്ലാനാണ്? പക്ഷേ ജസീർക്ക പറയും എപ്പോഴും ആയിഷ എന്നുള്ള കാര്യത്തിൽ. എന്നാൽ അതാ, അവൾക്കിപ്പോൾ ഒരിക്കൽ പോലും മായയായി ജീവിക്കുവാനേ താല്പര്യമുണ്ടായിരുന്നില്ല. അവൾ അതാ ഖുർആൻ വാക്കുകൾ, അതിനെക്കുറിച്ച് അറബി അക്ഷരങ്ങൾ, അങ്ങനെ ഓരോന്നിനെ കുറിച്ചൊക്കെ അവൾ പഠിച്ചു തുടങ്ങുകയാണ്. അതെ, അവൾ ബാങ്ക് കേൾക്കുമ്പോൾ വളരെയധികം ശ്രദ്ധയോടുകൂടെ നോക്കി നിൽക്കുകയാണ്. അതെ, പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോൾ അവൾ അവളുടെ തയ്യൽ പണികളെല്ലാം നിർത്തി അതിൽ ശ്രദ്ധിക്കും. പിന്നീട് അവൾ സാധാരണ രീതിയിൽ പുലർച്ചെ 4 മണിക്ക് എണീക്കുന്ന കുട്ടിയാണ്. പക്ഷേ ബാങ്ക് വിളിക്കുന്ന സമയം വരെ അവൾ ഓരോന്ന് ശ്രദ്ധിച്ച് നിൽക്കുന്നത് പോലെ. എന്നാൽ അമ്മ ചോദിക്കുന്നു, മായ, എന്തു പറ്റി? നീ എന്താ ആലോചിച്ച് നിൽക്കുന്നത്? അല്ലെങ്കിൽ വേഗം എണീറ്റ് ഓരോ ജോലികളിൽ ഏർപ്പെടുന്നതാണല്ലോ. എന്തു പറ്റി മായ? അമ്മേ, അത് എന്താ മോള് നിനക്ക്? പെട്ടെന്നാണ് പള്ളിയിൽ നിന്ന് ബാങ്കുലി കേട്ടത്. ഒരു നിമിഷം അമ്മ സംസാരിക്കുമ്പോൾ, അമ്മ മിണ്ടണ്ട, ബാങ്ക് വിളിക്കുന്നുണ്ട്. മായ, അതിനെന്താ? ബാങ്ക് വിളിക്കുമ്പോൾ സംസാരിക്കുന്നത് നല്ലതല്ല. അവൾ ഒരു നിമിഷം ആ ബാങ്കുലി കേട്ടു. എൻ്റെ ദൈവേ, എന്താ ഈ കുട്ടിക്ക് പറ്റിയത്? അവൾ ആ ബാങ്ക് കഴിയുമ്പോൾ മിണ്ടാതെ അത് ശ്രദ്ധിച്ചു നിന്നു. അതിലെ വാക്യങ്ങൾ, അർത്ഥങ്ങൾ, അതൊക്കെ എന്തായിരിക്കും അല്ലേ? എന്തെന്നറിയില്ല. എന്നാൽ അവൻ നൽകിയ ആ ഒരു പുള്ളിത്തട്ടം അന്നും അതാ മായ ഇട്ടു. അവളുടെ പ്രാഥമിക കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അവളുടെ വർക്കിലേക്ക് കടന്നു. മോളെ, നീ ഇപ്പം എന്താ തട്ടം ഊരി വെക്കാറില്ലേ? അമ്മ, അതിടുമ്പോൾ എന്തെന്നറിയില്ല, എനിക്ക് വല്ലാത്തൊരു സംതൃപ്തി തോന്നുകയാണ്. തട്ടയിടാതൊക്കെ ഇരിക്കുമ്പോഴേ എനിക്ക് തോന്നുകയാണ് ഇവിടെയൊക്കെ ഇങ്ങനെ ഇരിക്കാൻ പാടില്ല എന്നൊക്കെ. എന്താ മോളെ എൻ്റെ മനസ്സിൽ? അനക്ക് എന്താ ഇങ്ങനെയൊക്കെ? അമ്മ, അതൊന്നുമില്ല. എനിക്കിപ്പോൾ എന്തൊക്കെയോ തോന്നുകയാണ്. അതെ, അവൾക്ക് ഇസ്ലാമിനോടുള്ള മുഹബത്ത് കൂടിക്കൂടി വന്നിട്ടുണ്ടോ എന്തോ അറിയില്ല. മകളുടെ മാറ്റത്തിൽ ശരിക്കും മായ നല്ല രീതിയിൽ അതാ പേടിയുണ്ട്. അങ്ങനെ അവർ അന്നും ജോലിക്ക് പുളിക്കൽ തറവാട്ടിലേക്ക് പോയി. അന്ന് അതാ ആ ജോലി തുടങ്ങുന്നതിനിടയിൽ പെട്ടെന്ന് ജസീറിൻ്റെ ഉമ്മ അങ്ങോട്ട് വന്നു. ആ, ഇന്നിപ്പോൾ കുറച്ച് നേരത്തെ കാലത്താണല്ലോ. അതെ താത്ത, ഒന്നുമല്ല, ഞങ്ങൾ ഇപ്പം നേരത്തെ കാലത്ത് തന്നെ മോള് ഉണരുന്നോണ്ടേ. അല്ലെങ്കിലേ ഉണരും, എന്നാലും അതെന്താ ഇപ്പോൾ ഒരു പ്രത്യേകത? ഒന്നുമല്ല, ഞങ്ങളോട് കാര്യം പറയട്ടെ. എന്ത് കാര്യം? എൻ്റെ മോള് നിങ്ങളെ ബാങ്ക് കേൾക്കുമ്പോഴൊക്കെ മിണ്ടാണ്ടിരിക്കുകയാണ്, അത് ശ്രദ്ധിക്കുകയാണ്. പിന്നെ തലയിൽ നിന്ന് തട്ടവും ഊരുന്നില്ല. അതിപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു കൊണ്ടിരിക്കണം എന്താണാവോന്ന്. എൻ്റെ പൊന്നാര പെമ്പറന്നോളെ, ഞാൻ ഒരു കാര്യം പറയാം. എൻ്റെ മകളെ മനസ്സിൽ ഇപ്പോഴും എൻ്റെ മോനായിരിക്കും. അതുകൊണ്ടായിരിക്കും ഓൾക്ക് ഇസ്ലാമിലേക്ക് വന്നിട്ടേ എൻ്റെ മോനെ കല്യാണം കഴിക്കാനായിരിക്കും ആഗ്രഹം. അതൊന്നുമല്ല, അതൊന്നും അവൾ പറഞ്ഞിട്ടില്ല. ആ, പിന്നെ അങ്ങനെ വല്ലതും മനസ്സിലുണ്ടെങ്കിലേ പറഞ്ഞില്ലെന്ന് വേണ്ട. ആ പൂജയുടെ മനസ്സിൽ വെച്ചാൽ മതി. എൻ്റെ മോനെ ഒരിക്കലും കിട്ടൂല. എൻ്റെ മോനിപ്പോൾ അതിനെക്കുറിച്ചുള്ള ചിന്തയില്ല, ഒക്കെ മറന്നിക്കണ്. ശരിക്കും ആ ഉമ്മ അങ്ങനെ പറഞ്ഞപ്പോൾ മായയുടെ അമ്മയുടെ മനസ്സിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് ആയത്. എന്താ ചെയ്യാം, എൻ്റെ മോളായിട്ടല്ലല്ലോ, അവനായിട്ട് തന്നെയല്ലേ. എന്നാൽ ജസീർ അപ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ല. ഇതെല്ലാം പറയുമ്പോഴെല്ലാം പെട്ടെന്നാണ് അവൻ കയറി വന്നത്. ഉമ്മയുടെ ആ ഒരു മറുപടി അവൻ കേട്ടതും ഒരു നിമിഷം സ്തംഭിച്ചു നിന്നു. അതെ, അവളെ മറക്കാൻ എനിക്കാവില്ല. ഓളുടെ ആയുഷ്യാണ്, എൻ്റെ ആയുഷ്യനെ മറക്കാൻ എനിക്കെങ്ങനെ ആവുക? ഉമ്മ അങ്ങനെ പറയുന്നുണ്ട് വിചാരിച്ചിട്ട് ഉമ്മയാണോ എൻ്റെ മനസ്സിൽ? അവനൊന്നും പറയാതെ അകത്തേക്ക് കയറിപ്പോയി. ഓ, വന്നോ? ഞാൻ വിചാരിച്ചും ചെയ്തു എവിടെയായിരുന്നു എന്നുള്ളത്. എന്നാൽ ഈ സമയം അതാ മായ അവളുടെ തുന്നൽ പണികളിൽ മുഴുകിക്കൊണ്ടിരിക്കുന്നു. അതെ, അവളുടെ മനസ്സ് നിറയെ ജസീറിൻ്റെ മുഖമായിരുന്നു. ജസീർ അതേ തന്നെ നെഞ്ചിലേക്ക് ചേർത്തത്, തൻ്റെ മുഖത്തോട് മുഖം ചേർത്തത്, അതെല്ലാം അവൾ ഓർത്തു. എന്തിനു വേണ്ടിയിട്ടായിരുന്നു അതൊക്കെ? ഞാൻ എന്തൊക്കെയായിരുന്നു പ്രലോഭിപ്പിച്ചത് എന്നെ? പുളിക്കൽ തറവാട്ടിലെ ബേബിയായിട്ട്, എൻ്റെ ആയുഷയായിട്ട് നീ വരണം, എൻ്റെ മക്കളെ പ്രസവിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടിപ്പോൾ ഒന്നുമില്ല, ഏതുമില്ല. എനിക്കറിയുന്നില്ല. എന്നാൽ അന്ന് അവൾക്ക്
അമ്മ എടുത്ത ഭക്ഷണം കഴിക്കാനൊക്കെ വളരെയധികം പ്രയാസം തോന്നി. അവൾ അന്ന് അല്പം ചായ കുടിക്കട്ടെ എന്ന് കരുതി നിന്നപ്പോഴേക്കും അതാ അവൾക്ക് ആകപ്പാടെ ഒരു തലചുറ്റൽ എന്ന പോലെ തോന്നി. ആ തലചുറ്റൽ, ഛർദി, അവൾക്ക് വല്ലാത്ത ഒരു അസ്വസ്ഥത അനുഭവപ്പെടുകയായിരുന്നു. ആ എന്തെനിക്കറിയുന്നില്ലല്ലോ, എനിക്ക് എന്തറിയുന്നില്ല. അവൾ വീണ്ടും എഴുന്നേറ്റു. അവൾ അവളുടെ ജോലികളിലേക്ക് പ്രവേശിച്ചു. പക്ഷെ ഭക്ഷണമൊന്നും കഴിക്കാനൊന്നും അവൾക്ക് കഴിഞ്ഞില്ല. അമ്മ രാവിലെ പോകുമ്പോൾ ഉണ്ടാക്കി വെക്കുന്ന ചായയും കടിയുമൊക്കെ. പിന്നെ ഉച്ചഭക്ഷണം അവൾ തന്നെ ഉണ്ടാക്കാറാണ് പതിവ്. പക്ഷേ അന്ന് അവൾക്ക് കഞ്ഞി വെക്കാൻ പോലും കഴിഞ്ഞില്ല എന്നർത്ഥം. അത്യാവശ്യം കുറച്ച് തുന്നൽ ജോലികളെല്ലാം ചെയ്ത് കഴിഞ്ഞ് അത് വീടുകളിലേക്ക് എത്തിച്ചു കൊടുത്തിട്ട് എന്നിട്ടാണ് അവൾ ബാക്കി ജോലികൾ ചെയ്യാറുള്ളത്. പിന്നെ എൻ്റെ ഒരു നേരത്തെ വയറല്ലേ, അതിനെന്തെങ്കിലും ഇത് മതിയല്ലോ എന്നും വിചാരിക്കും. കാരണം അവൾ തുന്നൽ ജോലിയിലേറെ ചെയ്തിരുന്നത് പുളിക്കൽ തറവാട്ടിലെ ജോലികളായിരുന്നു. അവൾക്ക് അതായിരുന്നു കൂടുതൽ താല്പര്യം. തുന്നൽ ജോലികളാവുമ്പോൾ ഒരുപാട് സമയം നിന്നും ഇരുന്നും അങ്ങനെ ചെയ്യണം. അതാണ് അവൾക്ക് ഒരു മടുപ്പ് തോന്നുക. പക്ഷെ ഇന്ന് എന്താണെന്നറിയില്ല, അവൾക്ക് വല്ലാത്തൊരു പ്രയാസം, വല്ലാത്തൊരു അസ്വസ്ഥത അനുഭവപ്പെടുകയാണ്. കൈകാലുകൾ തളരുന്നത് പോലെ അവൾക്ക് തോന്നുകയാണ്. അവൾ അതെ അവിടെ കിടന്നു അല്പസമയം. കിടക്കുന്ന ഇഷ്ടമല്ല പകലൊന്നും ഒരിക്കൽ പോലും. എപ്പോഴും ആക്റ്റീവായി ജോലികൾ ചെയ്യണം, അതായിരുന്നു അവളുടെ ആഗ്രഹം. അവൾക്കൊന്ന് പല ജോലികളും പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അവളുടെ ശരീരത്തിനും മനസ്സിനും ഒരുപോലെ ക്ഷീണം ബാധിച്ചിരിക്കുന്നു. എന്നാൽ അന്ന് അവൾ നെയ്തെടുക്കുന്ന ആ ഒരു വസ്ത്രം, ആ വസ്ത്രത്തിന് വേണ്ടി അതിൻ്റെ ഉടമസ്ഥ വന്നു. മായേ, കുട്ടിയെ എന്തായി? ഞമ്മളെ കുട്ടിൻ്റെ പാവാട തുന്നിക്കഴിഞ്ഞോ എന്ന് പറഞ്ഞ് ആമിനത്താത്ത അതുവഴി വരുന്നു. അവൾ വാതിൽ തുറക്കാൻ വരെ അവൾക്ക് പ്രയാസമായിരുന്നു. പതുക്കെ ചാരിയിട്ടുള്ളായിരുന്ന ആ വാതിലിൻ്റെ അരികിലേക്ക് അവർ വന്നു. അവർ തന്നെ വാതിൽ തുറന്നു. മോളെ, താത്ത കയറിയിരിക്കി. എന്താ മോളെ, എന്തു പറ്റി? മോള് പാവാട തുന്നിക്കഴിഞ്ഞോ? നാളെ ആയിരുന്നു കല്യാണം, അപ്പം അതിനിടാൻ വേണ്ടിയിട്ട്. താത്ത ഇത് കഴിഞ്ഞു തുടങ്ങി, കുറച്ചും കൂടി ഉണ്ട്. ഇന്ന് കിട്ടൂല മോളെ. ഇന്ന് കിട്ടിയാൽ വലിയ ഉപകാരമായിരുന്നു, നാളെ ഇടാനുള്ളതായിരുന്നേ. ഞാൻ ഇന്ന് തീർക്കാം. എന്താ മോളെ മോൾക്കൊരു ക്ഷീണം? മോളുടെ കണ്ണും മോറൊക്കെ വല്ലാണ്ടിരിക്കുന്നല്ലേ, ചായ ഒന്നും കുടിച്ചില്ലെന്നേ. കഞ്ഞി തീമിട്ടിക്കണോ? ഞാൻ കുറച്ച് കൊണ്ടുവന്ന് തരണോ? വേണ്ട, അതൊന്നും വേണ്ട അമിനത്താത്ത. പിന്നെ എന്താ മോൾക്ക് നല്ല ക്ഷീണം ഉണ്ടല്ലോ. കുട്ടിക്ക് നല്ലോണം പനിയുണ്ടല്ലോ. ഇതിപ്പോൾ എന്താ ഇപ്പം ഇങ്ങനെ കാട്ടുക? അമ്മയാണെങ്കിൽ ജോലിക്കും പോയില്ലേ. ഇനിയിപ്പോൾ ഗുളിക എന്തെങ്കിലും വേണോ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പച്ചമരുന്ന്? വേണ്ട അമിനത്താത്ത, അതൊന്നും എനിക്ക് വേണ്ട, അതൊക്കെ മാറിക്കോളും. അങ്ങനെ ഇങ്ങനെയൊന്നും അസുഖമുള്ള കുട്ടിയായിരുന്നില്ലല്ലോ. എന്തൊക്കെ തന്നെയായാലും അമ്മ ജോലിക്കും പോയതാണ്. എന്നും അമ്മൻ്റെ ഒപ്പം ഇങ്ങനെ ജോലിക്ക് പോയിരുന്നു. ഞാനും വിചാരിക്കും ഇപ്പം എൻ്റെ കുറച്ച് ദിവസമായിട്ട് ഒരാഴ്ചയോളായില്ല ഇപ്പോൾ ഈ വീട്ടിൽ തന്നെ. ഇപ്പം എൻ്റെ പുളിക്കൽ തറവാട്ടിൽ ജോലി കുറഞ്ഞോ? വലിയ തറവാട്ടുകാരായതുകൊണ്ട് കുറേ ജോലിക്കാരെ ആവശ്യമുണ്ട് അങ്ങനെയൊക്കെയല്ലേ പറഞ്ഞു കേട്ടിരുന്നു. ഇപ്പം എന്താ നീ പോകാത്തത്? അതെ, ആമിനത്താത്തിയുടെ ചോദ്യത്തിന് മുമ്പിൽ മായക്ക് ഉത്തരം മുട്ടി. അല്ല പെണ്ണേ, ഇതിപ്പോൾ ഇത് പുള്ളിത്തട്ടം നല്ല മൊഞ്ചുണ്ടല്ലോ കാണാന്. പുള്ളിത്തട്ടൊക്കെ ഇട്ട് നിൽക്കുമ്പോഴേ നല്ല സുന്ദരി പെണ്ണായിരിക്കുന്നു കേട്ടോ. ആമിനത്തയുടെ വാക്കുകൾ കേട്ടപ്പോൾ ശരിക്കും മായ ഒന്ന് ഞെട്ടി. എടി, അന്നെ കണ്ടാലേ ശരിക്കൊരു ഉമ്മച്ചി കുട്ടിനെ പോലെ തന്നെ ഉണ്ട്. എന്ത് ഭംഗിയാ എൻ്റെ പെണ്ണേ. അല്ല, ഇപ്പം എന്താ പൊട്ടും കുറിയൊന്നും ഇടലില്ലേ? ആമിനത്താത്ത, അത് എനിക്ക് എന്താ മോളെ, എന്തുണ്ടെങ്കിൽ തുറന്ന് പറഞ്ഞോ. എന്തേ? ഞാൻ പാവാട തുന്നി മുഴുവനാക്കി തരാം. ആയിക്കോട്ടെ മോൾ, എൻ്റെ മുഖത്ത് നല്ല ക്ഷീണമുണ്ട്. ഇന്ന് വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേന് മതി കേട്ടോ. ഇത്ര ധൃതി പിടിച്ച് മോളത് തുന്നൊന്നും വേണ്ട, നാളല്ലേ കല്യാണം കേട്ടോ. അപ്പോഴേക്കും ആയിക്കോട്ടെ അമിനത്താത്ത, നിങ്ങൾക്ക് എന്താ കുടിക്കാടുക്കേണ്ടത്? ഒന്നും വേണ്ട മോളെ, എൻ്റെ ചേലും കോലും കൊണ്ടിട്ട് ഞാൻ ചോദിക്കണം. എന്താ പറ്റി പറ്റയക്കണല്ലോ, തീനും കൂടി ഒന്നും ഇല്ലേ? ഞാൻ കുറച്ച് കഞ്ഞി എനിക്ക് കൊണ്ടുവന്നരാം. എന്നാൽ പിന്നെ വേണ്ട അമിനത്താത്ത, ഞാൻ വെച്ചോളാം. അല്ല മോളെ, ഈ പെരും മഴയും കാലൊക്കെ ആവുമ്പോഴേ ഈ വിറകൊന്നും ഇങ്ങോട്ട് കത്തി കിട്ടൂല. ഇവിടെ ഗ്യാസ് അടുപ്പും ഇല്ലല്ലേ. വിറക് തന്നെയാണ്, അമ്മ അതൊക്കെ വാരി വെച്ച് പോലാണ്. ഞാനത് കത്തിക്കാൻ. എന്താ മോളെ കത്തായിട്ടാണോ? മോൾക്ക് ഇച്ചിരി കഞ്ഞി ഞാൻ കൊണ്ടുവന്ന് തരാം കേട്ടോ. എൻ്റെ കണ്ണും മോറും കണ്ട് എനിക്കൊരു പൊറുതിയേട്. ഇത് നമ്മളെ കുട്ടീൻ്റെ പാവാടൊന്ന് തുന്നി തരാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് തുന്നി തരേണ്ടി കേട്ടോ. അതും പറഞ്ഞ് ആമിനത്താത്ത അങ്ങോട്ട് പോകുന്നു. ആമിനത്താത്ത, കഞ്ഞി വേണ്ട, ഞാൻ വെക്കുകയാണ്. എനിക്ക് ആവശ്യമില്ലായിട്ടാണ്. ആവശ്യമുണ്ട് എനിക്ക് വെക്കാലോ. എനിക്ക് കഞ്ഞിയൊന്നും കുടിക്കാൻ എനിക്ക് കഴിയണില്ല, ഞാൻ വെച്ചോളാം. അമ്മ വരുമ്പോഴേക്കൊക്കെ. എടി കുട്ടിയെ, എൻ്റെ അമ്മ വരുമ്പോഴേക്കും വൈകുന്നേരം ആവും. ഒരു വലിയൊരു വീട്ടിലത്തെ ജോലിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കേ എവിടെ എത്തും?
എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ അത് ആമിനത്താത്ത ഒരു പാത്രത്തിൽ കുറച്ച് കഞ്ഞിയുമായി വരുന്നു. മോളെ, അത് ശരി, തുന്നൽ തുടങ്ങിയോ പാവാടാ? പൊന്നാര മോളെ, എനിക്ക് വയ്യെങ്കിൽ ഇപ്പൊ തുന്നണ്ട, കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ ആക്കാം. എന്നാ മോളെ ഈ കഞ്ഞി കുടിച്ചോ. എന്നാ കഞ്ഞി ഉണ്ട്, കുറച്ച് ഞാൻ കൂട്ടാൻ വെച്ചതുണ്ട്. അവിടെ എന്നും വേണൊരു കൂട്ടാന്, എന്തെങ്കിലും ചേമ്പോ താളോ പൂളെ ചക്ക എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാകും. നല്ല കാന്താരി മുളകും പൊട്ടിച്ചിട്ടതേ നല്ല രസമായിരിക്കും. പിന്നെ ആ കൂട്ടത്തിൽ കുറച്ച് മാങ്ങാ ചമ്മന്തി അരച്ചിക്കണ്. ഇന്ന ഇത് കൂട്ടിയിട്ട് മോള് കഞ്ഞി കുടിക്കേ. വല്ലാണ്ടയക്കണം. അമ്മ ഇല്ലാന്ന് വിചാരിച്ചിട്ട് സുഖമില്ലാതൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ അയൽവക്കക്കാരനല്ലേ മക്കളെ നോക്കേണ്ടത്. എന്നാൽ അതാ ആ ഉമ്മയുടെ സ്നേഹം നിറഞ്ഞ ആ ഒരു സംഭാഷണം കേട്ടപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഒരു നിമിഷം അവൾക്ക് തോന്നിപ്പോയി, അതെ ആമിനത്താത്തൊക്കെ പാവം സ്ത്രീയാണ്, നല്ല സ്വഭാവമുള്ള സ്ത്രീയെ. അത് എനിക്ക് ഈ അവസ്ഥയിലെ കഞ്ഞിയും ചമ്മന്തിയും കൂട്ടാനൊക്കെ കൊണ്ടുവന്ന് തന്ന ആ സ്ത്രീയെക്കുറിച്ച് ഓർത്തപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. മോളെ എന്ത് നോക്കി നിൽക്കണേ, ഞാൻ വിളമ്പി തരണോ? എന്നാൽ അങ്ങോട്ടേക്ക് ഒരു കുണ്ടൻ പാത്രം എടുക്കട്ടെ എന്ന് പറഞ്ഞ് ആ തൂക്കാത്രത്തിലെ കഞ്ഞി അതാ അവർ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച്, മോളെ ഉപ്പിട്ടിട്ടില്ല, എനിക്ക് ആവശ്യത്തിന് എത്ര ചെടായി അരച്ചുകാണ്ട് 2 കല്ലുപ്പ് 2 മണി ഇട്ടാൽ മതി, കല്ലുപ്പാണ് ഏറ്റവും നല്ലത്. ആ ഉമ്മ തന്നെ അതാ കല്ലുപ്പും ഇട്ടിട്ട് അവൾക്ക് ആ കഞ്ഞി കൊടുക്കുന്നു. മോളത് കുടിച്ചാളേ, ഇതാ നല്ല ചക്കക്കൂട്ടാനും വെച്ചേക്കണ്, അതിലേക്ക് കണ്ടില്ല നല്ല മാങ്ങാ ചമ്മന്തിയും, ഇത് കൂട്ടി കഴിച്ചോക്ക്, എൻ്റെ ക്ഷീണവും കാര്യങ്ങളൊക്കെ മാറും. എന്നാൽ സ്നേഹത്തോടെ അവർ വിളമ്പിയ ആ കഞ്ഞിയും കൂട്ടാനും അവൾ കഴിക്കുന്നു. അവൾക്ക് വല്ലാത്ത വിശപ്പുണ്ടായിരുന്നു. പക്ഷേ വീട്ടിൽ ഉണ്ടാക്കിയ സാധനങ്ങളൊന്നും തിന്നാനും കഴിയുന്നില്ല. അങ്ങനത്തെ അവസ്ഥയാണ്. എന്തെന്നറിയില്ല, അവളുടെ മനസ്സും വയറും നിറഞ്ഞു. ആമിനത്താത്ത, എനിക്ക് വല്ലാതെ. മോളെ, എൻ്റെ മോളെപ്പോലല്ല ഞാൻ എന്നെ കാണുന്നത്, മോളൊന്നും കൊണ്ട് വിഷമിക്കണ്ട, മോള് കഴിച്ചോ കേട്ടോ. എന്നാൽ ഞാൻ എന്നാ മോളങ്ങനെ നടക്കട്ടെ. ആമിനത്താത്ത, പാത്രം ഞാൻ കൊണ്ടു. അയിമലൊന്നും ഒരു ബേജാറും ഇല്ല, പാത്രമൊക്കെ ഞാൻ എപ്പോഴേയും വരുമ്പോൾ അങ്ങോട്ട് വാങ്ങിക്കൊണ്ട് ചതയിട്ടാണ്ട് വരുമൊന്നും വേണ്ട. അങ്ങനെ അതാ ആ സ്നേഹനിധിയായ ഉമ്മ അവൾക്ക് കഞ്ഞിയും കൂട്ടാനും എല്ലാം കൊടുത്ത് അവർ തിരിച്ചു പോകുമ്പോൾ ശരിക്കും ഒരു നിമിഷം ഓർത്തു പോയി. പഠിച്ചോനെ, അതെ എനിക്കറിയില്ല, ആമിനത്താത്ത നല്ല സ്നേഹമുള്ളൊരു സ്ത്രീയെ, അവർക്കറിയാം എല്ലാം ഒരാൾക്ക് എങ്ങനെ ഹെൽപ്പ് ചെയ്യണം എന്നതിനെക്കുറിച്ചൊക്കെ. അത് ആമിനത്തയും മുസ്ലിമായ ഒരു സ്ത്രീ തന്നെയാണല്ലോ. അവൾക്ക് അല്പം വയറിന് ആശ്വാസം തോന്നി. അവൾ അതാ കഞ്ഞിയൊക്കെ കുടിച്ചതിന് ശേഷം അല്പം സുഖം തോന്നി. അവൾ അതാ ആമിനത്താത്തയുടെ മകളുടെ പാവാട തുന്നി തുടങ്ങി. ഹോ റബ്ബേ, എനിക്കിരിക്കാനും നിൽക്കാൻ കഴിയണില്ലല്ലോ, എന്താ ഞാൻ ചെയ്യുക എനിക്കറിയുന്നില്ല. അതെ, അവൾ വീണ്ടും ആ പാവാട എങ്ങനെയൊക്കെയോ തുന്നി മുഴുവനാക്കി. അവൾ ക്ഷീണിച്ചു. അവൾക്ക് കിടക്കണമെന്ന് തോന്നി. വല്ലാത്ത അസ്വസ്ഥത, വല്ലാത്തൊരു ബുദ്ധിമുട്ട്. എനിക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നറിയുന്നില്ല. നേരം വൈകുന്നേരമായി തുടങ്ങി. അല്പസമയം കഴിഞ്ഞപ്പോൾ അതാ അവളുടെ അമ്മ വീട്ടിലെത്തി. മോളെ, മോളെ. അമ്മ വന്നോ? അവൾ പതുക്കെ എഴുന്നേറ്റു. അമ്മ, എന്താ മോളെ, നിന്റെ കണ്ണും മുഖമൊക്കെ വല്ലാണ്ടിരിക്കുന്നല്ലോ. ഞാൻ പെട്ടെന്നാണ് അമ്മ അടുക്കളയിലേക്ക് നോക്കിയത്. ഇന്നെന്താ ഒന്നും വെച്ചിട്ടില്ലേ? കഞ്ഞും ചോറൊന്നും തിന്നാതെയാണോ? ഇതെന്താ, ഇത് ആരുടെ പാത്രമാ? അത് ആമിനത്താത്ത അങ്ങോട്ട് വന്നപ്പോൾ ഞാൻ പാവാട തുന്നിക്കൊണ്ടിരിക്കുകയായിരുന്നു, കഞ്ഞും ചോറൊന്നും വെച്ചിട്ടുമില്ല. അപ്പോൾ അവർക്ക് എനിക്ക് കൊണ്ടുവന്നതായിരുന്നു കഞ്ഞും കൂട്ടാനൊക്കെ. അവർ നല്ലൊരു പെണ്ണാണ്, പാവം. ആ താത്ത അതൊക്കെ കൊണ്ടുവന്ന് തന്നുല്ലേ. എന്നിട്ട് മോള് കുടിച്ചോ? എന്താ മോൾക്ക് പറ്റിയത്? അല്ലാ, നന്നായിട്ട് പനിക്കുണ്ടല്ലോ. എൻ്റെ മോൾക്ക് അല്ലെങ്കിൽ 2 ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ട് കണ്ണും മോറൊക്കെ വല്ലാണ്ടായി വരുന്നുണ്ട്. പെട്ടെന്ന് അതാ അവൾ ഓക്കാനിക്കുന്നു. മോളെ, എന്തു പറ്റി? എന്താ മോളെ പറ്റിയത്? പഠിച്ചോനെ, എന്താ പറ്റിയതിൻ്റെ ദൈവേ, എനിക്ക് വെയ്യല്ലോ. എന്തുണ്ട് മോളെ എനിക്ക്? ഒന്നുമില്ല. പിന്നെ എന്താ മോള് പറ്റായി വരുന്നുണ്ട്. പഠിച്ചോനെ, എന്താന്നാവോ. എന്തായാലും വേണ്ടിയില്ല മോളെ, നമുക്ക് ആശുപത്രിയിൽ നിന്ന് പോയി നോക്കുക. വേണ്ടമ്മ, ഒന്നും വേണ്ടൊക്കെ മാറിക്കോളും. എന്തെങ്കിലുമൊക്കെ ഫുഡിൽ എന്തെങ്കിലുമൊക്കെ. മോളെ, മഴയാണ് കാലം, ഇനിയിപ്പോൾ പെട്ടെന്ന് എളുപ്പമുണ്ട് ഛർദി എന്തൊക്കെ വരാൻ. മോളെ വേഗം ഒന്ന് പോയി നോക്കുക. വേണ്ടമ്മ, ഞാൻ പോകുന്നില്ല. എന്നാൽ അമ്മയ്ക്ക് അതാ പേടിയായി തുടങ്ങി. അമ്മയുടെ മനസ്സിൽ വല്ലാത്ത ഭയം. മോളെ, സത്യം പറയും, എന്താ എനിക്ക് ഇങ്ങനെയൊക്കെ? എനിക്ക് ആകെപ്പാടെ പേടിയായിരുന്നു. അമ്മക്ക് ആകെ ടെൻഷനായി. അതെ, പ്രായപൂർത്തിയായൊരു പെൺകുട്ടിയാണ്, ഇങ്ങനത്തെ ലക്ഷണങ്ങളൊക്കെ എന്തൊക്കെയെന്നാവും, എനിക്ക് സമാധാനമില്ല. എന്നാൽ അമ്മ നേരെ പോയത് മറ്റെങ്ങോട്ടുമല്ലായിരുന്നു. അതെ, അത്
പണിക്കരുണ്ട്, അതിൻ്റെ അടുത്തൊന്ന് പോയിട്ട് വിവരൊന്ന് പറയട്ടെ, എന്താന്ന് അവൻ്റെ കുട്ടിക്ക് ഇപ്പോൾ തീരെ ഒന്നിലൊരു താല്പര്യമില്ലായകയും അതുമാത്രമല്ല എൻ്റെ കുട്ടിക്ക് എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ടും മനപ്രയാസവും ഒക്കെ ഉണ്ട്, ഒന്ന് പോയി നോക്കിയാലോ. പിന്നെ അതുമല്ല ഓളെ കാര്യത്തിൽ എനിക്കൊന്ന് ചോദിക്കണം പറയണമെന്നുണ്ടായിരുന്നു. കാരണം ഓൾ ഈ ബാങ്ക് കൊടുക്കുന്ന സമയത്തൊക്കെ മിണ്ടാണ്ടിരിക്കുക, തട്ടിട്ടിരിക്കുക, അങ്ങനെയൊക്കെ ഒരു പൂതി ഓളെ മനസ്സിൽ എന്താന്നാവോ എനിക്കറിയില്ല. ഞാനൊന്ന് പോയി നോക്കട്ടെ പണിക്കരെടുത്തേക്ക്, അദ്ദേഹം എന്താ പറയാന്നാവോ. അങ്ങനെ അതാ ആ അമ്മ അവിടെ നിന്ന് ഇറങ്ങുന്നു. അമ്മ എങ്ങോട്ടാ? മോളെ ഞാൻ പണിക്കരെടുത്തിട്ടൊന്ന് പോയി തരാം. വേണ്ടമ്മ, അതൊന്നും വേണ്ട. അതെന്താടി? ഒന്നുമല്ല, അത് അവിടേക്കൊന്നും പോകണ്ട. എന്തിന്? അല്ലേ അനക്ക് വന്ന മാറ്റാണ് ഞാൻ ആലോചിക്കണത്. അനക്ക് എന്തെങ്കിലുമൊക്കെ കൂടിയിക്കണോ? അനക്കിപ്പോൾ എന്ത് മുസ്ലിങ്ങളോട് വല്ലാത്തൊരു ഇഷ്ടം ബഹുമാനമൊക്കെ ഇങ്ങനെ അല്ലായിരുന്നല്ലോ. കണ്ട ഇപ്പോൾ ഒരു കൂറി പോലും ഈ തൊടണില്ല, പൊട്ട് തൊടണില്ല, ഒക്കെ ഒരു തട്ടിട്ടിരിക്കുക. മുസ്ലിങ്ങളൊരിത് അയക്കണല്ലോ എനിക്ക്. എനിക്ക് എന്താ അതൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പണിക്കരടുത്തൊന്ന് പോകുന്നത്. ഞാൻ ഒന്ന് പോയിട്ട് വരാം. അമ്മ അങ്ങനെയൊന്നും പോകണ്ട. അത് മോള് അവിടെ ഇരിക്കേ, ഞാൻ പോയിട്ട് വരാം. അല്ല മോള് വരണോ? ഇല്ല, ഞാനില്ല. അങ്ങനെ അതാ മായയുടെ അമ്മ പണിക്കരുടെ അടുത്ത് വരുന്നു. അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ അവരവിടെ പോയി പറയും. അതാണ് പതിവ്. അങ്ങനെ അതാ മായയുടെ അമ്മ പുറപ്പെടുന്നു. ഇൻഷാ അല്ലാഹ് നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.